മമ്മൂക്കയെ കുറിച്ച് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു റിയൽ ഇൻസിഡന്റ് ആണ് പറയാൻ പോണത്. 2007 ഇന്ത്യ ടുഡേ മലയാളം മമ്മൂട്ടി സ്പെഷ്യൽ എന്നുള്ള പേരിൽ ഒരു പ്രത്യേക പതിപ്പ് പുസ്തകം പുറത്തിറക്കി. നിറയെ മമ്മൂക്ക വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമായിരുന്നു. ആ കൂട്ടത്തിൽ മമ്മൂക്ക പങ്കുവെച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ദിവസം മമ്മൂക്കയോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കസേരയിൽ നിന്നൊന്ന് മാറിക്കൊടുത്തൂടെ എന്ന്. ഏത് കസേര? അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ താര കസേര. പുതിയ പിള്ളേരെ അഭിനയിക്കാൻ വരുമ്പോ അവർക്ക് വേണ്ടി മാറിക്കൊടുത്തൂടെ എന്നാണ് അയാൾ ചോദിച്ചതിന്റെ അർത്ഥം. അപ്പൊ മമ്മൂക്ക കൊടുത്തൊരു മാസ് റിപ്ലൈ ഉണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ഞാൻ എന്തിനു മാറിക്കൊടുക്കണം? ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കസേരയാണ്. ചാവുന്ന കാലം വരയ്ക്ക് ഈ കസേരയിൽ ഞാൻ തന്നെ ഇരിക്കും. അവർക്ക് വേണമെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു കസേര ഉണ്ടാക്കി പണിത് അതിൽ കയറി ഇരിക്കട്ടെ എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ് 2007 കഴിഞ്ഞു, 2017 ആയി, 2027ലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ നോക്കിയാൽ അറിയാം, അദ്ദേഹം ആ കസേരയിൽ നിന്ന് മാറിയിട്ടില്ല. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെ നേടാൻ പറ്റുമോ അതെല്ലാം നേടിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലോസ് ആഞ്ചൽസിലെ നമ്മുടെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ വെച്ചിട്ട് മമ്മൂക്കയുടെ പേരൊക്കെ പരാമർശിച്ചു, മോളിവുഡ് ലെജൻഡ് എന്നൊക്കെ പരാമർശിച്ചു. എല്ലാവരും അറിഞ്ഞ കാര്യമാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേര് അതിശയം പ്രകടിപ്പിക്കുന്നു, കുറെ പേര് വാഴ്ത്തുപാട്ടുകൾ പാടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു അത്ഭുതവും ഫീൽ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ നിലപാടൊക്കെ മുൻപേ തന്നെ വായിച്ചു പോയ ഒരാളാണ് ഞാൻ. അപ്പൊ അദ്ദേഹം ആ കസേരയിൽ ഇരുന്നു കൊണ്ട് നാളെ ഓസ്കാർ അവാർഡ് നേടിക്കഴിഞ്ഞാൽ പോലും എനിക്ക് അത്ഭുതം ഫീൽ ചെയ്യില്ല. കാരണം പട വെട്ടാൻ വേണ്ടി ഇറങ്ങിയ വ്യക്തിയാണ് മമ്മൂക്ക. ആ കസേര വിട്ടുകൊടുക്കാണ്ട്, സ്വന്തമായിട്ട് പണിതുണ്ടാക്കിയ കസേര വിട്ടുകൊടുക്കാണ്ട് ആ കസേരയിൽ കയറിയിരുന്ന് എന്തൊക്കെ നേടാൻ പറ്റുമോ അതെല്ലാം നേടിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ് മമ്മൂക്ക. സോ ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയാൽ പോലും ഒരിക്കലും അതിശയം പറയാൻ പറ്റില്ല.